إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا സ്നേഹധരണീയരായ സഹോദരീ സഹോദരന്മാരെ, സർവലോകരക്ഷിതാവായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ സദാ ശ്രമിക്കണേ എന്ന് ആദ്യമായി എന്നെയും ശേഷം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുനിയാവിലെ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും മോഹങ്ങളും നേടിയെടുക്കുക എന്നതാണ് ജീവിതത്തിലെ ആത്യന്തിക ലക്ഷ്യം എന്ന അവസ്ഥയിലാണ് പലപ്പോഴും നമ്മളുടെയൊക്കെ ജീവിതം. പരീക്ഷയിൽ വിജയിക്കാൻ വേണ്ടി ഉറക്കമൊഴിച്ച് പ്രയാസപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ശരീരം വാടിത്തളർന്നു പോകുന്ന അസഹ്യമായ ചൂടിലും ഒരുപാട് സമയം ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഇഷ്ടപ്പെട്ട ഭക്ഷണം കൺമുന്നിലുണ്ടായിട്ടും ശരീരഭാരം കുറക്കുന്നതിന് വേണ്ടി ത്യാഗം ചെയ്യുന്നവരുണ്ട്. തിരഞ്ഞെടുപ്പിൽ മണ്ഡലം പിടിക്കാൻ വേണ്ടി നടത്തുന്ന പടയൊരുക്കങ്ങൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊക്കെ കണ്ടവരാണ്. നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ആഗ്രഹം, നമ്മുടെ മോഹം അത് പൂവണിയാൻ ഈ ദുനിയാവിൽ വെച്ച് എന്തൊക്കെ പരിശ്രമങ്ങളാണ്, അത്യുദ്ധാനങ്ങളാണ് നമ്മളൊക്കെ നടത്തി വരാറുള്ളത്. ഒരു വീട് വെക്കുന്നതിന് വേണ്ടി
ഒരു ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങുന്നതിനു വേണ്ടി, അത്യാധുനിക സംവിധാനങ്ങളുള്ള ഒരു മൊബൈൽ വാങ്ങുന്നതിനു വേണ്ടി, അതല്ലെങ്കിൽ ഒരു ഡ്രസ്സോ ഒരു ചെരുപ്പോ വാങ്ങുന്നതിനു വേണ്ടി ചെറുതും വലുതുമായ നമ്മുടെ മോഹങ്ങൾ പൂർത്തിയാക്കാൻ എന്തൊക്കെയോ പരിശ്രമങ്ങൾ നമ്മളൊക്കെ നടത്തി വരാറുണ്ട്. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം, ഓരോ സ്വപ്നങ്ങൾ അതൊക്കെ പൂവണിയുമ്പോൾ എന്റെ ജീവിതം ധന്യമായിരിക്കുന്നു എന്ന് നമ്മുടെ മനസ്സുകളിൽ പെരുമ്പറ മുഴങ്ങുമ്പോൾ, നൈമിഷികമായ ഈ ദുനിയാവിലെ ഓരോ മോഹങ്ങൾ നെഞ്ചിലേറ്റി അത് പൂവണിയുന്നതാണ് ജീവിതമെന്നും, അത് സഫലമായില്ലെങ്കിൽ പിന്നെ ആയുസ് പാഴായി പോയി എന്നൊക്കെ വിചാരിക്കുന്ന ഒരു തലമുറയോട് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന വളരെ സുപ്രധാനമായ ഒരു അധ്യാപനമുണ്ട്. സൂറത്തുൽ അലയിൽ അല്ലാഹു 16-17 ആയത്തുകളിൽ പറഞ്ഞു, ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ, നിങ്ങൾ ഈ ഐഹിക ജീവിതത്തിനാണ് പ്രാമുഖ്യം നൽകുന്നത്. വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖ, എങ്കിൽ ജനങ്ങളെ അറിയുക, പരലോകമാണ് കേട്ടോ ഖൈറായിട്ടുള്ളത്, അതാണ് നല്ലത്, അതാണ് ബാക്കിയാവുന്നത്, അതാണ് എന്നും നിലനിൽക്കുന്നത് എന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. എന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക, നിങ്ങളുടെ മനസ്സുകളിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക. നമ്മുടെ ദുനിയാവിലെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിന്റെ, നമ്മുടെ പരിശ്രമത്തിന്റെ എത്ര ശതമാനം മരണം കഴിഞ്ഞുള്ള മരണാനന്തര ജീവിതത്തിനു വേണ്ടി നമ്മളൊക്കെ അധ്വാനിക്കുന്നു എന്നതിനെ കുറിച്ച് ആത്മാർത്ഥമായി നമ്മളൊന്ന് വിചിന്തനം ചെയ്തു നോക്കൂ. ഇവിടെ ഒരുമിച്ച് കൂടിയ, ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ടവരെ, എന്റെ ഈ ശബ്ദം കേൾക്കുന്നവരെ, നമ്മൾ മരണമുണ്ടെന്ന്, സ്വർഗമുണ്ടെന്ന്, നരകമുണ്ടെന്ന്, അവിടെ വിചാരണയുണ്ടെന്ന് ഞാൻ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. റിസ്ക് എടുത്തിട്ടില്ലെങ്കിലും നമുക്കൊക്കെ സ്വർഗം കിട്ടും, നെവർ മൈൻഡ് ചെയ്താലും ഞാനൊക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും എന്ന് നമ്മുടെ മനസ്സിൽ നമ്മളോട് പറയാൻ എന്തർഹതയാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളത്? എങ്ങനെയാണ് നമുക്കങ്ങനെ ചിന്തിക്കാൻ കഴിയുക? കാരണം ഈ ദുനിയാവിൽ നിസ്സാരമായ ഓരോ വിഷയങ്ങളിൽ പോലും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? കാര്യങ്ങൾ നടക്കണമെങ്കിൽ കുറച്ചൊക്കെ റിസ്ക് എടുക്കണം, കുറച്ചൊന്ന് വേർക്കേണ്ടി വരും, കൈ നനയാതെ കാര്യം നടക്കില്ല എന്ന് ദുനിയാവിന്റെ നിസ്സാരമായ വിഷയങ്ങളിൽ പോലും നമ്മൾ വാചാലരാകുന്നുവെങ്കിൽ, മരണം കഴിഞ്ഞുള്ള മരണാനന്തരമായ പ്രവിശാലമായ ആ ലോകത്ത് വിജയിക്കണമെങ്കിൽ എളുപ്പമങ്ങ് അവിടെ വിജയിച്ച് കളയാം എന്ന് നമ്മളൊക്കെ വിചാരിക്കുന്നുണ്ടോ? അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നു കളയാമെന്ന് ഒരു റിസ്കുമില്ലാതെ, ഒരു പരിശ്രമവുമില്ലാതെ, ഒരു അധ്വാനവുമില്ലാതെ അങ്ങ് കടന്നു കളയാം എന്ന് നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ? മഹാനായ ഇമാം തിർമിദി അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു സഹിയായ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാഫ അദ്ലജ വമൻ അദ്ലജ ബലഗൽ മൻസിൽ അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ അലാ ഇന്ന സിൽഅത്തല്ലാഹി അൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഖാഫ അദ്ലജ്, ആരാണോ ശത്രുവിനെ അഥവാ അപകടത്തെ ഭയപ്പെടുന്നത്, അവൻ രാത്രി നേരത്തെ തന്നെ യാത്ര തിരിക്കുന്നതാണ്. വമൻ അദ്ലജ ബലഗൽ മൻസിൽ, ആരാണോ രാത്രി നേരത്തെ തന്നെ യാത്ര തിരിച്ചത്, അവൻ അവന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നതാണ്. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, ജനങ്ങളെ നിങ്ങൾ അറിയണേ, അല്ലാഹുവിന്റെ വിഭവം അത് മൂല്യമുള്ളതാണ്, അത് വിലയേറിയതാണ്. അലാ ഇന്ന സിൽഅത്തല്ലാഹി അൽ ജന്ന, ജനങ്ങളെ അറിയുക, അത് അല്ലാഹുവിന്റെ സ്വർഗമാകുന്നു എന്നാണ്. എന്താ ഈ ഹദീസിൽ പറഞ്ഞത്? സഹോദരങ്ങളെ, എന്താണ് ഈ ഹദീസിന്റെ വിശദീകരണം? രാത്രി സമയം കൂടി യാത്ര ചെയ്താലേ തനിക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കുകയുള്ളൂ എന്നൊരാൾക്ക് ബോധ്യപ്പെട്ടാൽ, അതായത് ഞാൻ നാളെ രാവിലെ 7 മണിക്ക് ഇന്നാലിന്ന സ്ഥലത്ത് എത്തണം എന്ന് ഒരാൾ ഉദ്ദേശിച്ചാൽ, ഇപ്പോൾ തന്നെ തലേന്ന് രാത്രി സഞ്ചരിച്ചാലേ ഞാൻ ഉദ്ദേശിച്ച സ്ഥാനത്ത് എത്തുകയുള്ളൂ എന്ന് അയാൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, ഉറക്കമൊഴിച്ചുകൊണ്ട് മയങ്ങാതെ വിശ്രമിക്കാതെ രാത്രിയിൽ അയാൾ സഞ്ചരിക്കാൻ തയ്യാറാകും. അങ്ങനെ അയാൾ
ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും. ഇതുപോലെയാണ് സ്വർഗം ലക്ഷ്യമാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം റബ്ബിന്റെ മഗ്ഫിറത്തും അവന്റെ വിശാലമായ റഹ്മത്തും ലക്ഷ്യമാക്കുന്ന ഒരാൾ സമയം അലക്ഷ്യമായി പാഴാക്കാതെ, ഒരു വേള ഉദാസീനതകളിൽ ഇടപെടാതെ, അയാൾ ആലസ്യങ്ങളിൽ മുറുകാതെ ഇബാദത്തുകൾ കൊണ്ട് അത്യധ്വാനം ചെയ്യാൻ അയാൾക്ക് ആ ലക്ഷ്യം ആ രൂപത്തിൽ നേടിയെടുക്കാൻ സാധിക്കുമെന്നർത്ഥം. സ്വർഗം ലക്ഷ്യമാക്കുന്ന ഒരാൾ നേരം കളയാൻ അയാൾക്ക് നേരമില്ല, അയാൾ സമയം പാഴാക്കുകയില്ല. കഠിനമായ പരിശ്രമങ്ങളിൽ പരലോകത്തിനു വേണ്ടി അയാൾ സമയം ചിലവഴിക്കും എന്നർത്ഥം. ഇങ്ങനെ അത്യധ്വാനം ചെയ്യുമ്പോൾ മാത്രമേ സ്വർഗമെന്ന വിശാലമായ ലക്ഷ്യത്തിലേക്ക് ഒരാൾക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അവസാന നിമിഷം വരെ കാത്തിരിക്കുന്ന ആളുകൾക്ക് ആ ലക്ഷ്യം നേടിയെടുക്കാൻ സാധ്യമല്ലെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അള്ളാഹു നൽകുന്ന സ്വർഗം അത് അമൂല്യമാണ്, അത് ഏറെ വിലയുള്ളതാണ്, അതിന് വലിയ മൂല്യമുണ്ട്. അത് വെറുതെ കിട്ടുന്ന ഒന്നല്ല. അതിന് കൃത്യമായ അധ്വാനവും ത്യാഗവും പരിശ്രമവും അതിലേറെ പ്രാർത്ഥനയും അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സദാസമയവും നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടെന്നും അവൻ അവന്റെ പതിസ്ഥാനത്തിരുന്ന് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നും എന്റെ ലക്ഷ്യം അവന്റെ തൃപ്തിയും പ്രീതിയുമാണ് എന്നും തിരിച്ചറിയുന്ന ഒരാൾക്ക് അയാളുടെ ജീവിതമാകുന്ന യാത്ര എളുപ്പമായി തീരുന്നു. ഇല്ല എങ്കിൽ അതിന്റെ അടയാളങ്ങൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് ബോധ്യപ്പെടും. അതിന്റെ അടയാളങ്ങളിൽ നമ്മളിൽ തന്നെ ദൃശ്യമാകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉദാഹരണമായി പറഞ്ഞാൽ, ഷോപ്പിങ്ങിന് പോയാൽ ആയിരങ്ങൾ ചിലവാക്കാൻ നമുക്ക് മടിയില്ല. എന്നാൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു 10 രൂപ കൊടുക്കാൻ നമ്മൾ മടിക്കാറുണ്ട്. മണിക്കൂറുകളോളം മൊബൈൽ സ്ക്രീനുകൾക്ക് മുമ്പിൽ നോക്കിയിരിക്കാൻ പ്രയാസമില്ല. പക്ഷേ അല്ലാഹുവിന്റെ പരിശുദ്ധ കലാമായ പരിശുദ്ധ ഖുർആനിന്റെ ഒരു പേജ് ഓതാൻ എന്തേ നമുക്കൊന്നും സമയം കിട്ടാതെ പോകുന്നത്? വിനോദങ്ങൾ കാണാൻ മുൻനിരയിൽ ഇരിക്കാൻ മത്സരിക്കുന്ന നമ്മൾ, അല്ലേ? ഒരു ഗാനമേള ഉണ്ട് എന്നറിഞ്ഞാൽ ആദ്യമേ അവിടെ എത്തുന്ന നമ്മൾ, അതല്ലെങ്കിൽ ഒരു ഫുട്ബോൾ മത്സരം ഉണ്ട് എന്നറിഞ്ഞാൽ അതിന്റെ ടിക്കറ്റ് എടുക്കാൻ മുൻനിരയിൽ ഗാലറിയിൽ ഒന്നാമതെത്തുന്ന നമ്മൾ, പള്ളിയിൽ വരുമ്പോൾ എന്തുകൊണ്ടാണ് പിൻനിരയിലേക്ക് നമ്മൾ ഒതുങ്ങിപ്പോകുന്നത്? വാർത്തകളെ മുഴുവൻ കണ്ണടച്ച് വിശ്വസിക്കുന്ന നമുക്ക് അല്ലാഹുവിന്റെ വചനങ്ങളിൽ എന്തുകൊണ്ടാണ് ഇത്രയേറെ സംശയങ്ങൾ ഉണ്ടായിത്തീരുന്നത്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യമുണ്ട് സൂറത്തുൽ ഫാത്തിറിൽ, വഹും യസ്തരിഖൂന ഫീഹാ, അവർ ആ നരകത്തിൽ വെച്ച് അട്ടഹാസത്തോടുകൂടി കരഞ്ഞുകൊണ്ട് മുറവിളി കൂടും. എന്തേ കാരണമെന്നറിയോ? റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അഖ്രിജ്നാ, ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ എങ്ങനെയെങ്കിലും നീ ഒന്ന് പുറത്തു കൊണ്ടുവാ അല്ലാഹ്. നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ ചെയ്യാത്ത ഒരുപാട് അമലുകളുണ്ട്. ദുനിയാവിൽ ആയുസ് കിട്ടി, സമയം കിട്ടി, പക്ഷേ നിനക്ക് വേണ്ടി അല്ലാഹ് ഞങ്ങളൊന്നും ചെയ്തില്ല, അതിൽ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അശ്രദ്ധമാക്കി കളഞ്ഞിരിക്കുന്നു. അല്ലാഹ് തിരിച്ചു പറയുന്ന മറുപടി എന്താണെന്നറിയോ? അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. ആലോചിക്കുന്നവർക്ക് ആലോചിക്കാൻ മാത്രം, ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ മാത്രം ആയുസ്സും സമയവും ആരോഗ്യവും നാം നൽകിയില്ലേ? ഇതൊക്കെ പറഞ്ഞു തരാൻ നദീറുമാർ, താക്കീതുകാർ നിങ്ങളുടെ അടുത്ത് വന്നില്ലായിരുന്നോ? ഫദൂഖൂ, അതുകൊണ്ട് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. ഫമാ ലിദ്ദാലിമീന മിൻ നസീർ, ഇന്ന് നിങ്ങൾക്ക് സഹായിയായി ആരുമില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, സഹോദരികളെ, പരലോകത്തിന്റെ കാര്യത്തിൽ കൈമനയാതെ മീൻ പിടിക്കാമെന്ന തത്വം സ്വീകരിക്കുന്നത് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നല്ല പരിശ്രമം ആവശ്യമാണ്. വെറുതെ അങ്ങ് പരലോകത്ത് പാസ്സായി പോകും എന്ന് ആരും വിചാരിക്കേണ്ടതില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ
വഹുവ മുഅ്മിൻ ഫൗലൈക കാന സഅയുഹും മഷ്കൂറ. സൂറത്തുൽ ഇസ്രാ 17-ാമത്തെ അധ്യായം 19-ാമത്തെ ആയത്താണ്. വമൻ അറാദൽ ആഖിറ, പരലോകം ആരാണ് ഉദ്ദേശിക്കുന്നത്, അതിനെ ലക്ഷ്യമാക്കുന്നത്, വസഅലഹാ സഅയഹാ, എന്നിട്ട് അവിടത്തേക്ക് വേണ്ടി ആരാണോ പരിശ്രമിക്കുന്നത്, വഹുവ മുഅ്മിൻ, വിശ്വാസിയായിക്കൊണ്ട്. തൗഹീദ് ക്ലിയർ ആകണം, അതില്ലാതെ എത്ര പരിശ്രമിച്ചിട്ടും കാര്യമില്ല. ആ വിശ്വാസം ശരിയാക്കി ആരാണോ അല്ലാഹുവിന് വേണ്ടി പരിശ്രമിക്കുന്നത്, ഫൗലൈക കാന സഅയുഹും മഷ്കൂറ, അവന്റെ സഅയ് ഉണ്ടല്ലോ, അവന്റെ കഠിനാധ്വാനം അത് പ്രതിഫലാർഹമായി തീരും. എന്ന് പറഞ്ഞാൽ പരലോകത്തിനു വേണ്ടി ആരാണോ പരിശ്രമിക്കുന്നത്, അപ്പോൾ പരലോകത്തിനു വേണ്ടി പരിശ്രമം വേണം. അതില്ല എങ്കിൽ രക്ഷപ്പെടില്ല എന്നർത്ഥം. സഹോദരങ്ങളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വർഷത്തിലുടനീളം ആരാധനകളും അനുഷ്ഠാനങ്ങളും ചിട്ടയോട് നിർവഹിക്കുന്നവനായി തീരണം. ഏതെങ്കിലും ഒരു സീസണിൽ മാത്രമല്ല, വിശ്വാസിക്കൊരു ചിട്ടയുണ്ടാകണം. ഏത് സമയവും റബ്ബിന്റെ തൃപ്തി എന്റെ ജീവിതത്തിൽ ഉണ്ടാകണം, അവന്റെ കാരുണ്യവും റഹ്മത്തും സദാ എന്നിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കണം എന്ന ഒരു ചിന്തയും ആ രൂപത്തിലുള്ള ഒരു ചിട്ടയും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകൽ അനിവാര്യമാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നു, പ്രവാചകന്റെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ അധികരിപ്പിക്കുന്നു. എന്നാൽ മറ്റു ദിവസങ്ങളിൽ അവൻ ഖുർആൻ ഓതാറില്ല, ഒരു തവണ പോലും സ്വലാത്ത് ചൊല്ലാറില്ല എന്ന അവസ്ഥ ഒരു വിശ്വാസിക്കില്ല. എപ്പോഴും അവന്റെ ജീവിതം അള്ളാഹുവുമായി ബന്ധപ്പെട്ടിരിക്കണം എന്നർത്ഥം. റമദാനിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ, അത് കാത്തു സൂക്ഷിക്കാൻ കഴിയും. റമദാൻ വന്നപ്പോ ഓതാൻ ആർക്കും മടിയുണ്ടായിരുന്നില്ല, സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു, ദിക്റുകളും സ്വലാത്തുകളും ദുആകളും വർദ്ധിപ്പിച്ചിരുന്നു, ജമാഅത്തിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധയുണ്ടായിരുന്നു. ശവ്വാലിലേക്ക് കടന്നതിന് ശേഷം പിന്നെ ഖുർആൻ തൊട്ടിട്ടില്ലെങ്കിൽ, സഹോദരങ്ങളെ, നമ്മ റമദാനിൽ നിരീക്ഷിച്ച അതേ അല്ലാഹുവാണ് ഇപ്പോഴും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ശവ്വാലിൽ കടന്നതിന് ശേഷം ഒരു പേജ് പോലും ഖുർആൻ ഓതാൻ നമ്മൾ സമയം കണ്ടെത്തിയില്ലെങ്കിൽ, ഈ കണ്ണ് തന്ന അല്ലാഹുവോട്, ഈ കാത് തന്ന അല്ലാഹുവോട്, ഈ സംസാരിക്കാനുള്ള നാവ് തന്ന അല്ലാഹുവോട്, നമ്മുടെ ഹൃദയങ്ങൾ തന്ന അല്ലാഹുവോട്, ശരീരത്തിലെ ഓരോ അനുഗ്രഹങ്ങളും തന്ന അല്ലാഹുവോട് എന്ത് നന്ദിയാണ് ഈ ഞാനും നിങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ളത്. ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്തുകൊണ്ടാണ് ദുനിയാവിലെ നിസ്സാരമായ വിഷയങ്ങൾക്ക് പോലും കഠിനമായ അധ്വാനങ്ങൾ നടത്തുന്ന നമ്മൾ, മരണം കഴിഞ്ഞുള്ള മരണാനന്തര ജീവിതമായ പരലോക ജീവിതത്തിലെ വിശാലമായ ലോകത്തിനു വേണ്ടി 1% പോലും നമ്മളൊന്നും പരിശ്രമിക്കാത്തത്? നോക്കൂ നിങ്ങൾ, മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാറുണ്ട്, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നി ലക്കും നാസിഹുൻ, ഞാൻ നിങ്ങളോട് ഏറെ ഗുണകാംക്ഷയുള്ളവനാണ്. ഇന്നി അലൈക്കും ഷഫീഖുൻ, എനിക്ക് നിങ്ങളോട് അതിയായ സ്നേഹമുണ്ട്, അനുകമ്പയുണ്ട്, നിങ്ങളോട് അതിയായ ദയയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സല്ലൂ ഫീ ദുൽമതിൽ ലൈലി ലിവഹ്ശതിൽ ഖുബൂർ, മരണം കഴിഞ്ഞ് ഖബറിലേക്ക് എടുത്തു വെക്കുമ്പോൾ ആ ഖബറിൽ ഒരു കൂരിട്ട് വരാറുണ്ട്, അവിടെ ഭയാനകമായ അവസ്ഥയുണ്ട്. അതിന്റെ മുമ്പ് ഈ രാത്രിയിലെ കൂരിട്ടിൽ അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തോളൂ, നിസ്കരിച്ചോളൂ. വസൂമു അദ്ദുനിയ ലിഹർരി യൗമിൻ നുശൂർ, നാളെ ഉണ്ടല്ലോ പരലോക നാളിൽ, ആ നുശൂറിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കഠിനമായ ചൂടുള്ള ആ സന്ദർഭത്തിൽ രക്ഷപ്പെടണോ, ഈ ചൂടുള്ള സന്ദർഭത്തിൽ നോമ്പനുഷ്ഠിച്ചോളൂ. കഠിന കഠോരമായ പ്രയാസകരമായ ആ അന്ത്യനാളിന്റെ ഘട്ടത്തിൽ വിജയിക്കണോ, ഇപ്പോൾ നന്നായി സ്വതക്ക വർദ്ധിപ്പിച്ചോളൂ. അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഇന്നി അലൈക്കും നാസിഹുൻ, ഇന്നി ലക്കും നാസിഹുൻ, ഇന്നി അലൈക്കും ഷഫീഖുൻ, നിങ്ങളോടുള്ള ദയ കൊണ്ടാണ് എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം വരെ, യഖീനാകുന്ന മരണം നമ്മളിലേക്ക് എത്തും വരെ സമയം കളയാൻ സമയമില്ല, നേരമില്ല നമ്മുടെ കയ്യിൽ. അതുകൊണ്ട് അവിടത്തേക്ക് വേണ്ടി, പരലോകത്തിനു വേണ്ടി അത്യുദ്ധാനം ചെയ്യാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين
والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്താണ് നമ്മുടെ മക്കൾ. ആ അമാനത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനും കൃത്യമായി ഇസ്ലാമിൽ അധ്യാപനങ്ങളുണ്ട്. ഏകദേശം 3-3.5 വയസ്സ് മുതൽ നമ്മുടെ കുട്ടികളുടെ പഠനകാലം ആരംഭിക്കുകയാണ്. പകൽ സമയത്ത് ദീർഘമായ മണിക്കൂറുകൾ അധ്യാപകരുടെയും സഹപാഠികളുടെയും കൂടെയാണ് അവരുള്ളത്. സ്വാഭാവികമായും അവരുടെ സ്വഭാവ രൂപീകരണം, വ്യക്തിത്വ വികാസങ്ങൾ, ഇതിലൊക്കെ തങ്ങൾക്ക് വലിയ റോളില്ലെന്നാണ് ചില രക്ഷിതാക്കളെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. എന്നാൽ ഈ അവധിക്കാലത്ത് അവർ നമ്മളോടൊപ്പമാണ്. പൂർണ്ണമായും നമ്മുടെ കുട്ടികൾ നമ്മളോടൊപ്പമുണ്ട്. അവരെ ചേർത്ത് പിടിക്കേണ്ട ഒരു സന്ദർഭമാണ് ഈ അവധിക്കാലം എന്ന് പറയുന്നത്. അവരിൽ ഉണ്ടാവേണ്ട ഗുണങ്ങളും നന്മകളും മാറ്റങ്ങളും പരിവർത്തനങ്ങളും കൃത്യമായി ആസൂത്രണം ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നമുക്കറിയാമല്ലോ, ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു മൊബൈലിന്റെ സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്. തീർച്ചയായും ഇതൊരു അഡിക്ഷനാണ്, ഒരു ഡ്രഗ് അഡിക്ഷൻ പോലെ തന്നെയാണ് അതിനെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. കുട്ടികളുടെ വർദ്ധിച്ചു വരുന്ന മൊബൈൽ ഉപയോഗവുമായി ബന്ധപ്പെട്ട് അതിനെ നിയന്ത്രണങ്ങൾ വരുത്താൻ രക്ഷിതാക്കൾ മുതിരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, അത് ആദ്യം നിയന്ത്രിക്കാൻ തുടങ്ങേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ്. മുതിർന്നവരായ നമ്മൾ എത്ര സമയം ഫോണുകൾക്ക് മുമ്പിൽ, സോഷ്യൽ മീഡിയകൾക്ക് മുമ്പിൽ, റീൽസുകൾക്ക് മുമ്പിൽ ചെലവഴിക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ ആദ്യം ഒരു സ്വന്തത്തോട് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. മറ്റേത് അഡിക്ഷനേക്കാളും സോഷ്യൽ മീഡിയ എന്ന അഡിക്ഷൻ കുട്ടികളിൽ ഉണ്ടാക്കുന്ന അപകടം വളരെ വലുതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. കുട്ടികളിൽ ഉണ്ടാകുന്ന വയലൻസുകൾക്ക്, അവർ ചെന്ന് ചാടാൻ സാധ്യതയുള്ള സെക്ഷുവൽ പ്രശ്നങ്ങൾക്ക് എല്ലാം അടിസ്ഥാനം യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയാണ്. പല രാജ്യങ്ങളും നോക്കൂ നിങ്ങൾ, പല നിയന്ത്രണങ്ങളും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് അവർ കൊണ്ടുവരികയാണ്. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സ്വന്തമായി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പാടില്ല. അത് ബാല്യത്തെ സംരക്ഷിക്കാനുള്ളതാണ് എന്നാണ് അവർ പറയുന്നത്. ഓസ്ട്രേലിയ പോലെയുള്ള ലോകരാജ്യങ്ങൾ ഇങ്ങനെയുള്ള നിയമങ്ങൾ കൊണ്ടുവരികയാണ്. ഇനി ആ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ രക്ഷിതാക്കൾ അതിൽ പ്രത്യേകമായ ചില ശ്രദ്ധകൾ, ഒരു പാരന്റൽ കൺട്രോൾ വളരെ ആവശ്യമാണ്. ഇന്ന് പല ആപ്പുകളുമുണ്ട്. ഗൂഗിൾ ഫാമിലി ലിങ്ക് പോലെയുള്ള ആപ്പുകൾ ഉപയോഗിച്ച് കുട്ടികൾ എന്ത് കാണുന്നു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ രക്ഷിതാക്കൾക്ക് ഉണ്ടായിരിക്കണം. അല്ല എങ്കിൽ വലിയ അപകടങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. സൈബർ തട്ടിപ്പുകൾ, അശ്ലീലമായ ഉള്ളടക്കങ്ങൾ, അക്രമാസക്തമായി വളർത്തിക്കൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ അക്രമവാസന വളർത്തിക്കൊണ്ടിരിക്കുന്ന ഗെയിമുകൾ, ഇതിൽ നിന്നൊക്കെ നമ്മുടെ കുട്ടികൾ രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായും ഒരു ശ്രദ്ധ അനിവാര്യമാണ്. സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ട്, എങ്ങനെ ഈ കാലഘട്ടത്തിൽ മൊബൈൽ ഇല്ലാതെ ജീവിക്കും? മക്കൾക്ക് മൊബൈൽ കൊടുക്കാതെ എങ്ങനെ ജീവിക്കും? തീർച്ചയായും അതിൽ ഒരു ബദൽ സംവിധാനം ആവശ്യമാണ്. ചില ഓഫ്ലൈൻ ആക്ടിവിറ്റീസുകൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നൽകേണ്ടതുണ്ട്. വായനാശാലകൾ അതിന് കൃത്യമായി പ്രയോജനപ്പെടുത്തണം. വായന എന്ന ഹോബിയേക്കാൾ മറ്റേത് നല്ല ഹോബിയാണുള്ളത്. അതുകൊണ്ട് വായനാശാലകൾ വളരട്ടെ, അതിന് കൃത്യമായി പ്രയോജനപ്പെടുത്തട്ടെ. രക്ഷിതാക്കൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ കളിക്കളങ്ങളിലേക്ക് അവരെ നിങ്ങൾ പറഞ്ഞയക്കണം. വീട്ടിനുള്ളിലെ സ്ക്രീൻ ജീവിതങ്ങളിൽ നിന്ന് മാറി അവരെ മൈതാനങ്ങളിലേക്ക് നിങ്ങൾ പറഞ്ഞയക്കുക. ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്താനും ഒരു സെൽഫ് കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം വർദ്ധിക്കാനും അത് തീർച്ചയായും സഹായിക്കും. അതുപോലെ വിസ്ഡം സ്റ്റുഡൻസ് ഈ അവധിക്കാലത്ത് സംഘടിപ്പിക്കുന്ന ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട്. സമ്മർ ക്യാമ്പുകൾ, അതിലൊക്കെ അത് ഇവിടെയുമുണ്ട് ഇൻഷാ അല്ലാഹ്. അതിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പറഞ്ഞയക്കാൻ ശ്രദ്ധിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതിന്റെ ഒക്കെ മുമ്പ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ
നമ്മുടെ മക്കൾക്ക് സ്വാധീനം ഉണ്ടാകണമെങ്കിൽ ഉമ്മയും ഉപ്പയും നന്നാവണം. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മക്കളോട് ചെയ്യരുത് എന്ന് പറഞ്ഞത് കൊണ്ട് അർത്ഥമില്ല. അവർ തീർച്ചയായും നമ്മളെയാണ് നോക്കുന്നത്. അതുകൊണ്ട് രക്ഷിതാക്കളെ, ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മളൊരു മാതൃകയായി തീരുക. സ്വയം തിരുത്താൻ ഈഗോകൾ മാറ്റിവെച്ച് തെറ്റാണെങ്കിൽ ഞാൻ അത് തിരുത്തും എന്ന രൂപത്തിൽ അങ്ങനെയുള്ള ഒരു മാറ്റങ്ങൾ നമ്മളിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കുക. കുട്ടികളെ നന്നാക്കുന്നതിന് മുമ്പ് സ്വന്തം തെറ്റുകൾ തിരുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കുട്ടികളുടെ കണ്ണുകൾ രക്ഷിതാക്കളെയാണ് പിന്തുടരുന്നത് എന്ന തത്വം നമ്മളൊക്കെ മനസ്സിലാക്കുക. സ്ക്രീൻ സമയം കുറക്കുക. മക്കളോട് ഫോൺ മാറ്റാൻ പറയുന്ന രക്ഷിതാവ് ആദ്യം സ്വയം സ്ക്രീൻ സമയം കുറച്ചുകൊണ്ട് അവരോടൊപ്പം ഈ അവധിക്കാലം സമയം ചിലവഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഈ അവധിക്കാലത്ത് പ്രത്യേകമായ ഒരു സ്ട്രക്ചർ ഷെഡ്യൂൾ, തീർച്ചയായും ഒരു പ്ലാനിങ് നമുക്കൊക്കെ ഉണ്ടായിരിക്കണം. നമ്മുടെ ഉറക്കത്തിന്റെ സമയം, നമ്മുടെ ആരാധനകൾക്കുള്ള സമയം, നമുക്ക് കളിക്കാനുള്ള സമയം, നമുക്ക് വായിക്കാനുള്ള സമയം, കൃത്യമായ ഷെഡ്യൂള് കുട്ടികളുമായി ചർച്ച ചെയ്ത് തയ്യാറാക്കുക. ഈ അവധിക്കാലം കുടുംബവുമായി ബന്ധപ്പെടുക, കുടുംബ സന്ദർശനം വർദ്ധിപ്പിക്കുക, നമ്മുടെ ബന്ധങ്ങൾ ഊഷ്മളമാക്കുക, അതുപോലെ പള്ളികളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുക, ഒഴിവ് സമയങ്ങൾ പരമാവധി നല്ല കാര്യങ്ങൾ ചെയ്യുക, പള്ളിയിൽ ജമാഅത്തിന് കുട്ടികളുമായി വരിക, ദീനോട് താല്പര്യമുണ്ടാക്കുക, നല്ല നല്ല ക്യാമ്പുകളിൽ അവരെ പങ്കെടുപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനൊക്കെ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്കറിയാം ജാമിഅ അൽ ഹിന്ദിന്റെ കമ്മിറ്റി ഭാരവാഹിയായ ബഹുമാന്യനായ അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാനിന്റെ മകൻ ഹനീൻ ഒരു 15 വയസ്സായിട്ടുള്ളൂ. +1 വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ സ്കൂളിലേക്ക് പോകാനിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു കാർഡിയാക് അറസ്റ്റിന് വിധേയനായി ഒരു ഗുരുതരമായ അവസ്ഥയിൽ, പ്രയാസകരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഇപ്പോഴും ICUലാണ്, വെന്റിലേറ്ററിലാണ്. പല ബ്രെയിന്, കിഡ്നി, ലിവർ ഉൾപ്പെടെയുള്ള പല അവയവങ്ങൾക്കും സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് അവർ അറിയിച്ചത്. ഇപ്പോഴും അബോധാവസ്ഥയിലാണ്. നിങ്ങളോടൊക്കെ പ്രാർത്ഥന അവർക്കുണ്ടാകണം. അള്ളാഹു അവർക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ കുടുംബത്തിന് ക്ഷമയും ആശ്വാസവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കി തരുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وسلام على المرسلين والحمد لله رب العالمين. قوموا إلى صلاتكم.